ട്രാഫിക് നമസ്കാരം. മുരളിയാണ്, മഞ്ചേരി ട്രാഫിക്കിലെ പോലീസുകാരനാണ്. നമ്മളെ മഞ്ചേരി ടൗണിൽ മൊത്തം സീബ്ര ലൈൻസും നല്ല പെയിൻറ്റ് ക്ലിയർ ആക്കിയിട്ട് കാണത്തക്ക രീതിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഓട്ടോറിക്ഷക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ് തോറ്റു ആളുകളോട്, ഫൈനുള്ളതാണ്, ഫൈന് വെറുതെ ഈടാക്കാൻ നിൽക്കരുത് നിങ്ങൾ. അപ്പോൾ എന്ത് ചെയ്യണം, സീബ്ര ലൈൻ കാണുമ്പോൾ അതിൻ്റെ തൊട്ട് മുന്നിലൊരു വരണ്ട്, ആ വരേൻ്റെ അവിടെ വണ്ടി നിർത്താൻ പറയണം കേട്ടോ. ആരും ക്രോസ് ചെയ്തത് എനിക്ക് പറഞ്ഞ് മടുത്തു, അതുകൊണ്ടാണ്. അപ്പോൾ അവരോട് പറയുക, നിങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ സീബ്ര ലൈനിൽ നിങ്ങൾ കൊണ്ടുപോയി വണ്ടി നിർത്തി കഴിഞ്ഞാൽ നിങ്ങളെ വണ്ടീൻ്റെ മുകളിൽ കൂടെ ചവിട്ടി കയറി പോകാൻ പറ്റുമോ? അത് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഒരു കാറ് പാർക്ക് ചെയ്ത സീബ്ര ലൈനിൽ ഒരാൾ കൂളായിട്ട് കൊറിയയിലോ ജപ്പാനിലെത്തിയാ അതിൻ്റെ മുകളിൽ കൂടെ കയറിയാണ് പോകും. അപ്പോൾ അയാളിങ്ങനെ നോക്കി നിൽക്കണം. എന്താ വെച്ചാൽ സീബ്ര ലൈനിലാണ് അയാൾ വണ്ടി നിർത്തിക്കുന്നത്, അയാളുടെ കാലിൽ ചളിയോ എന്തോ ഉണ്ടാവും, ആ വണ്ടിയിലൊക്കെ പറ്റിപ്പോയില്ലേ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇവിടെ അപ്പോൾ അതൊന്നും ചെയ്യുന്നല്ല ഞാൻ പറയണത്. പിന്നെ ഞങ്ങളോട് പ്രത്യേക ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, സീബ്ര ലൈനിൽ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഫോട്ടോ എടുത്തിട്ട് അയക്കാൻ. അപ്പോൾ അതിനുള്ള ഫൈൻ വെറുതെ നിങ്ങൾ ഈടാക്കണ്ട. രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് അതിനൊരു നല്ല 500-1000 ഒക്കെ ആണെങ്കിൽ അതേമാതിരി ഫൈന് വരുമ്പോൾ അത്രയും ഈടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം വരുമല്ലേ. അതുകൊണ്ട് ചെയ്യരുത്. ഇപ്പം തന്നെ വിളിച്ച് പറയണം. വിളിച്ച് പറയല്ല, ഗ്രൂപ്പിൽ എവിടെയൊന്ന് പോസ്റ്റ് ചെയ്യൂ കേട്ടോ. സീബ്ര ലൈനിൽ മഞ്ചേരി അങ്ങാടി എന്നല്ല, നമ്മൾ എവിടെ പോയാലും ഒരു ട്രാഫിക് സംസ്കാരമാണത്. വണ്ടി എവിടെ നിർത്തണം എന്നുള്ളത്. അതുമാതിരി റെഡ് ലൈറ്റ് എന്നുള്ളത് സ്റ്റോപ്പാണെങ്കിലും പോസ്റ്ററി ആയിട്ട് ഓറഞ്ച് ലൈറ്റാണ്. ആ ഓറഞ്ച് ലൈറ്റ് കാണുമ്പോൾ തന്നെ എടുത്ത് പോകരുത്. പകുതി വഴിയിൽ നമ്മൾ കുടുങ്ങുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പച്ച കണ്ടാൽ മാത്രം പോകാനുള്ള ഒരു സംസ്കാരം പഠിക്കണം. അങ്ങനെ പാടുള്ളൂ. മറ്റേത് ഈ റെഡ് കത്തിയില്ലല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഓറഞ്ച് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പം അവിടെ നിർത്തിയിരിക്കണം. ഓറഞ്ചിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ പകുതി വഴിയിൽ കുടുങ്ങും. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. എല്ലാവരോടും പറയാം. ആരും ശ്രദ്ധിക്കുന്നില്ല, എല്ലാവർക്കും സ്പീഡാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളൊന്ന് പറയുന്നുണ്ട്, എനിക്ക് വേറെ ആരും പരിചയമില്ല, നിങ്ങളെ കുറേ മുന്നേ നമ്മളൊന്ന് പരിചയപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് വോയിസ് വിടുകയാണ്. പ്രത്യേകം പറയണം, സീബ്ര ലൈൻ അത്രയും കട്ടിപ്പിച്ച് വരച്ചിരിക്കണം. അപ്പോൾ അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വണ്ടി നിർത്തരുതെന്ന്. വെറുതെ നിങ്ങളുടെ പൈസ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യരുത്. ഓക്കെ.